ഓഫീസർ ഓൺ ഡ്യൂട്ടി എന്ന സിനിമ കണ്ടു. സിനിമയെക്കുറിച്ച് അഭിപ്രായം പറയുന്നതിന് മുമ്പ് ചാക്കോച്ചനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ എടുത്ത് പറയണമെന്നുണ്ട്. അല്ലെങ്കിൽ വേണ്ട, ഈ വീഡിയോയുടെ അവസാനം നമുക്ക് ചാക്കോച്ചനെ കുറിച്ച് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഓക്കെ, നമുക്ക് സിനിമയിലേക്ക് വരാം. സിനിമയിൽ പൊതുവെ തിരക്കഥയാണ് ഏറ്റവും നല്ലതാവേണ്ടത്, അല്ലെങ്കിൽ നല്ല തിരക്കഥയാണെങ്കിൽ സിനിമ എന്തായാലും പൂർണ്ണ വിജയമായിരിക്കുമെന്ന് പൊതുവെ ഒരു സംസാരമുണ്ട്. എന്നാൽ ഈ സിനിമയെ സംബന്ധിച്ചിടത്തോളം ബാക്ക്ഗ്രൗണ്ട് സ്കോർ, എഡിറ്റിങ്, ഫൈറ്റ്, ആക്ടിങ് ഇങ്ങനെ തുടങ്ങിയ കാര്യങ്ങളൊക്കെ തിരക്കഥ പോലെ തന്നെ ഇമ്പോർട്ടൻസ് ഉണ്ട്. അങ്ങനെ പറയാൻ കാരണം ഈ സിനിമയിലെ ടെക്നീഷ്യന്മാരെല്ലാവരും മികച്ച കഴിവുള്ള ആളുകളാണ്. ഇപ്പോൾ എഡിറ്റിംഗ് നോക്കുകയാണെങ്കിൽ, സിനിമാറ്റോഗ്രഫി നോക്കുകയാണെങ്കിൽ, എങ്ങനെ നോക്കിയാലും ഏറ്റവും ടോപ്പ് ലെവലിൽ അവർ ചെയ്ത് വെച്ചിട്ടുണ്ട്. സിനിമയിലെ തിരക്കഥ വളരെ മോശമാണ്, ടെക്നിക്കൽ സൈഡ് മാത്രമാണ് നല്ലത് എന്നല്ല കേട്ടോ പറഞ്ഞത്. ഈ സിനിമയെ നല്ല രീതിയിൽ പുഷ് ചെയ്ത് ഫ്രണ്ടിലേക്ക് കൊണ്ടുവരാനായിട്ട് ഇതിൻ്റെ ടെക്നിക്കൽ സൈഡ് നല്ല രീതിയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. സോ ഇപ്പോൾ സിനിമാറ്റോഗ്രാഫി, എഡിറ്റിംഗ്, സൗണ്ട് ഇവയൊക്കെ നല്ല രീതിയിൽ ഈ സിനിമയെ പുഷ് ചെയ്ത് ഫ്രണ്ടിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. കാണുന്ന പ്രേക്ഷകനെ സിനിമയ്ക്കുള്ളിലേക്ക് ഇറങ്ങി ചെല്ലാനായിട്ട് ഇതെല്ലാം തന്നെ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പേഴ്സണലി എനിക്ക് സിനിമ നല്ല രീതിയിൽ വർക്കായി, എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ഇതൊരു നോർമൽ ഇൻവെസ്റ്റിഗേഷൻ സിനിമയല്ല. ഇതിൽ ഒരുപാട് വൈകാരിക മുഹൂർത്തങ്ങളുണ്ട്, ഒരുപാട് ഫീലിങ്സ് ഉണ്ട്, ഒരുപാട് പെയിൻ ഉണ്ട്. സോ ഈ പെയിൻ എല്ലാം തന്നെ കാണുന്ന പ്രേക്ഷകന് അനുഭവിക്കാനും കഴിയും. അവന് നല്ല രീതിയിൽ അത് ഫീൽ ചെയ്യും. ഓഫീസർ ഓൺ ഡ്യൂട്ടി സിനിമയിൽ അഭിനയിച്ചിട്ടുള്ള നടന്മാരെ കുറിച്ച് നമുക്ക് നോക്കാം. കുഞ്ചാക്കോ ബോബൻ, ചാക്കോച്ചനെ കുറിച്ച് വീഡിയോയുടെ അവസാനം പറയാം. അടുത്തത് പ്രിയാമണി. ആസ് യൂഷ്വൽ അവർ അല്ലെങ്കിലും നല്ല രീതിയിൽ അഭിനയിക്കുന്ന ഒരു നടിയാണ്. അതുപോലെ തന്നെയാണ് ഈ സിനിമയിലും നല്ല രീതിയിൽ പെർഫോം ചെയ്തിട്ടുണ്ട്. ജഗദീഷ് ഇപ്പോൾ ഈ അടുത്തായിട്ട് വരുന്ന എല്ലാ സിനിമയിലും മികച്ച പെർഫോമൻസാണ് ജഗദീഷ് കാഴ്ചവെക്കുന്നത്. അതേപോലെ തന്നെ ഈ സിനിമയിലും അടിപൊളിയായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന് കൊടുത്ത റോള് പെർഫെക്റ്റ് ആക്കി വെച്ചിട്ടുണ്ട്. വിശാഖ് നായർ ഒരു നെഗറ്റീവ് റോളാണ്, വില്ലനാണ്. അദ്ദേഹം അതിൻ്റെ മാക്സിമം ചെയ്തിട്ടുണ്ട്, എക്സ്ട്രീം ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലൊന്നും കാണിക്കാനില്ല. എത്രത്തോളം വില്ലനിസം കാണിക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ എത്രത്തോളം ഒരു എന്താ പറയുക, ലഹരി അധികമായിട്ട് ഉപയോഗിക്കുന്നൊരു ആളായിട്ട് ആ രീതിയിലൊക്കെ നല്ല രീതിയിൽ ബെറ്ററായിട്ട് നല്ല രീതിയിൽ പെർഫോം ചെയ്തിട്ടുണ്ട്. എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. അടുത്തത് റംസാൻ്റെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് കൊടുത്ത റോള് നല്ല രീതിയിൽ വൃത്തിയായിട്ട് ചെയ്തു എന്നാണ് എനിക്ക് പേഴ്സണലി തോന്നിയത്. പക്ഷേ റംസാൻ്റെ ഫേസ് അദ്ദേഹത്തിന് കൊടുത്ത റോളിനനുസരിച്ച് അത്രത്തോളം ആപ്റ്റാണോ എന്ന് നമുക്കറിയില്ല. എനിക്കങ്ങനെ തോന്നിയില്ല. എങ്കിലും റംസാൻ പരമാവധി തൻ്റെ പെർഫോമൻസ് കൊണ്ട് അതൊക്കെ മറച്ചു വയ്ക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. അതെന്തായാലും നല്ലൊരു കാര്യം തന്നെയാണ്. അത് ഒരാളുടെ ഫേസ് എത്രത്തോളം ചെയ്യുന്ന കഥാപാത്രത്തിന് ആപ്റ്റാണോ എന്ന് വേണ്ടേ. പക്ഷേ ഇതിലങ്ങനെയല്ല. റംസാൻ മാക്സിമം പെർഫോമൻസ് കൊണ്ട് അതൊക്കെ ഓവർകം ചെയ്യാനായിട്ട് ശ്രമിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. അടുത്തത് ഉണ്ണിലാലു എന്ന് പറയുന്നത് രേഖാചിത്രം എന്ന് പറയുന്ന സിനിമയിൽ നമ്മുടെ മനോജ് കേജൻ്റെ ആ ഒരു കൗമാര കാലഘട്ടമായിട്ട് അഭിനയിച്ച വ്യക്തിയില്ലേ, അയാളാണ് കേട്ടോ. കുഴപ്പമില്ല, നല്ല രീതിയിൽ അദ്ദേഹത്തിന് കൊടുത്ത റോള് പെർഫെക്റ്റ് ചെയ്തിട്ടുണ്ട്. മീനാക്ഷി നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. ഇനി ടെക്നിക്കൽ സൈഡിലേക്ക് വരുന്ന സമയത്ത് എഡിറ്റർ ചമ്മൻ ചാക്കോ, പൊതുവെ അറിയാമല്ലോ, അദ്ദേഹം വേറെ ലെവലിൽ ചെയ്തു വെക്കുന്ന വ്യക്തിയാണ്. സിനിമാറ്റോഗ്രാഫർ റോബി വർഗീസ് രാജ്, നല്ല സിനിമാറ്റോഗ്രാഫി ആയിരുന്നു. ഞാൻ പറഞ്ഞില്ലേ, ഇതിലെ ടെക്നിക്കൽ സൈഡ് എല്ലാം തന്നെ ഭയങ്കര ഭീകരമാണ്, നല്ല രീതിയിൽ ചെയ്തു വെച്ചിട്ടുണ്ട്. മ്യൂസിഷ്യൻ ജേക്സ് ബിജോയ്, നല്ല വർക്കാണ്. പിന്നെ റൈറ്റർ സഹി കബീർ, നല്ല തിരക്കഥയായിരുന്നു. പക്ഷെ ഞാൻ പറഞ്ഞില്ലേ, തിരക്കഥ നല്ലതാണ്, അതേപോലെ തന്നെ ഇമ്പോർട്ടൻസ് ഉള്ളതാണ് ഇതിലെ മറ്റുള്ള ടെക്നീഷ്യന്മാരും. ഈ സിനിമയിലെ ടെക്നിക്കൽ സൈഡിനെ കുറിച്ച് നോക്കുന്ന സമയത്ത് സൗണ്ട് കൈകാര്യം ചെയ്തിരിക്കുന്നത് ഭയങ്കര ഭീകരമായിട്ടാണ് കേട്ടോ. ആൾക്കാർക്കൊക്കെ നല്ല രീതിയിൽ സൗണ്ട് അത്രയും ശ്രദ്ധിച്ച് വളരെ സെൻസിറ്റീവായിട്ട് കൈകാര്യം ചെയ്തെങ്കിൽ മാത്രമേ ആളുകൾക്ക് ആ ഒരു ഫീലിങ്സ് കിട്ടുള്ളൂ. സോ അത് നല്ല വൃത്തിക്ക് പണിയെടുത്തിട്ടുണ്ട്. നല്ല പെർഫെക്റ്റ് ആയിട്ട് ഒരു ആക്ഷൻ സീനാണെങ്കിൽ കൂടിയും ആ ഒരു ആക്ഷൻ സീനിൽ തട്ടുകയും മുട്ടുകയും ചെയ്യുന്ന, അല്ലെങ്കിൽ ഇടിക്കുമ്പോൾ വീഴുന്ന ഭാഗം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വളരെ മൈന്യൂട്ടായിട്ട് ഇവർ പോയിൻ്റ് ചെയ്തിട്ടുണ്ട്. സോ അതൊക്കെ വളരെ ബ്രില്യൻ്റായിട്ട് എനിക്ക് പേഴ്സണലി തോന്നി. കാരണം അത് കാണുന്ന പ്രേക്ഷകന് അത്രയ്ക്ക് കൺവിൻസ് ആയിട്ട് മാറും. ഈ സിനിമയിലെ സംവിധായകൻ ജിത്തു അഷ്റഫ്, അദ്ദേഹം ഈ സിനിമയിൽ ഒരു ചെറിയൊരു ഭാഗം അഭിനയിച്ചിട്ടുണ്ട്. ചെറിയൊരു ഭാഗമല്ല, കുറച്ച് കൂടുതൽ ഭാഗം അഭിനയിച്ചിട്ടുണ്ട്. എന്തായാലും നല്ല രീതിയിൽ എടുത്തു വെച്ചിട്ടുണ്ട്, നല്ല വൃത്തിക്ക് എടുത്തു വെച്ചിട്ടുണ്ട്. ആളുകൾക്ക് എൻ്റർടൈൻ ചെയ്യുന്ന രീതിയിൽ, അത് മാത്രമല്ലാതെ പ്രത്യേകിച്ച് മാനസികമായിട്ട് എഫക്റ്റ് ചെയ്യുന്ന രീതിയിൽ എടുത്തു വെച്ചിട്ടുണ്ട്. ഫൈനലി ചാക്കോച്ചൻ, കുഞ്ചാക്കോ ബോബൻ, ഏതൊരു സിനിമയിൽ താൻ കേസ് കൊടു എന്ന് പറയുന്ന സിനിമയിൽ മമ്മൂക്ക ചാക്കോച്ചനെ കുറിച്ച് പറഞ്ഞൊരു ഡയലോഗ് ചാക്കോച്ചൻ ഒരു ഇൻ്റർവ്യൂവിൽ പറയുന്നുണ്ടായിരുന്നു. അതായത് ആ സിനിമയിൽ കുഞ്ചാക്കോ ബോബനെ, ചാക്കോച്ചനെ ഞാൻ കണ്ടില്ല എന്ന് പറഞ്ഞു. അതൊരു വലിയ കോംപ്ലിമെൻ്റ് ആയിട്ട് ചാക്കോച്ചൻ എടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതേ അഭിപ്രായമാണ് എനിക്ക് ഈ സിനിമയിൽ ചാക്കോച്ചൻ്റെ ആക്ടിങ്ങിനെ കുറിച്ച് പറയാനുള്ളത്. ഈ സിനിമയിൽ ചാക്കോച്ചൻ്റെ യാതൊരു മാനറിസവും ഉണ്ടാവില്ല, അദ്ദേഹത്തിൻ്റെ ഒരു ആറ്റിറ്റ്യൂഡും, അദ്ദേഹത്തിൻ്റെ ഒരു കാര്യങ്ങളും ഉണ്ടാവില്ല. ഇത് കുഞ്ചാക്കോ ബോബൻ അല്ല എന്നാണ് നമുക്ക് പേഴ്സണലി തോന്നുന്നത്. കാരണം മുമ്പുള്ള ചാക്കോച്ചൻ്റെ ഒരുപാട് സിനിമകൾ കണ്ട് ശീലിച്ച് നമ്മൾക്ക് ഈ സിനിമയിൽ വരുമ്പോൾ എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. മൂപ്പറിൻ്റെ ആറ്റിറ്റ്യൂഡ്, സംസാര ശൈലി, പെർഫോമൻസ് എല്ലാം എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. നല്ല വൃത്തിക്ക് ചെയ്തു വെച്ചിട്ടുണ്ട് കേട്ടോ, നല്ല വൃത്തിക്ക് ചെയ്തു വെച്ചിട്ടുണ്ട്. ഇതിൽ ഒരുപാട് ഇമോഷൻ സീനുകളുണ്ട്.
സോ ഒരു പിതാവ്, ഒരു അച്ഛൻ എന്ന രീതിയിലുള്ള ഒരുപാട് ഇമോഷൻ സീനുകളുണ്ട്. അതൊക്കെ എന്ത് ഭംഗിയായിട്ട് അങ്ങേര് ചെയ്തു വെച്ചിരിക്കുന്നത്. അടിപൊളിയായിരുന്നു. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. നല്ല പെർഫോമൻസ്. ചാക്കോച്ചൻ്റെ കരിയറിലെ വൺ ഓഫ് ദ ബെസ്റ്റ് എന്ന് തന്നെ ഈ സിനിമയിലെ ആക്ടിങ്ങിനെ കുറിച്ച് നമുക്ക് പറയാനായിട്ട് കഴിയും. അത്രയും ബെറ്റർ പെർഫോമൻസ്. എനിക്ക് തോന്നുന്നു ചാക്കോച്ചൻ ഇങ്ങനെ വലിയ രീതിയിലുള്ള വ്യത്യസ്തമായിട്ടുള്ള കഥാപാത്രങ്ങളൊക്കെ ഏറ്റെടുത്ത് ചെയ്യുന്നതിന് മുമ്പ് കുഞ്ചാക്കോ ബോബന് ശേഷം വന്ന ഫഹദ് ഫാസിൽ, അതല്ലെങ്കിൽ സൗബിൻ ഷാഹിർ, ഇതുപോലുള്ള നടന്മാരൊക്കെ നല്ല രീതിയിലുള്ള അഭിനയം കാഴ്ചവെക്കുമ്പോൾ ഇൻ്റർവ്യൂസിൽ ചാക്കോച്ചൻ ഇവരെ എല്ലാവരെയും പുകഴ്ത്തും. അതിനൊന്നും യാതൊരു മടിയും കാണിക്കാറില്ല. ഇത്രയും വലിയൊരു സീനിയർ ആക്ടറായിട്ടും ബാക്കിയുള്ളവരെ പുകഴ്ത്തുന്നതിനും തന്നെക്കാളും പെർഫോമൻസ് കാഴ്ചവെക്കുമ്പോൾ അവരെ അപ്രിഷ്യേറ്റ് ചെയ്യാനും ചാക്കോച്ചൻ ഒരിക്കലും മടി കാണിക്കുന്നത് ഞാൻ പേഴ്സണലി കണ്ടിട്ടില്ല അദ്ദേഹത്തിൻ്റെ ഇൻ്റർവ്യൂസിൽ. അപ്പോൾ അദ്ദേഹം അവരൊക്കെ എങ്ങനെയാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ തനിക്കും വ്യത്യസ്തത വേണം, താനും നല്ല രീതിയിൽ പെർഫോം ചെയ്യണം എന്നെല്ലാം തന്നെ വിചാരിച്ചിട്ട് അദ്ദേഹത്തെ തന്നെ മോട്ടിവേറ്റ് ചെയ്ത് ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്ത് കൊണ്ടുവന്നതായിട്ടാണ് എനിക്ക് പേഴ്സണലി തോന്നിയത്. കാരണം അത്രയും അടിപൊളി പെർഫോമൻസ്. എനിക്ക് തോന്നുന്നു പലരും കുഞ്ചാക്കോ ബോബനെ ഇപ്പോഴും നല്ല നടനായിട്ട് കൺസിഡർ ചെയ്തിട്ടില്ല. പക്ഷേ അങ്ങനെ കൺസിഡർ ചെയ്യാത്തവർ ഈ സിനിമ കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവരുടെ ആ ഒരു മനോഭാവം മാറിക്കിട്ടും. അമ്മാരി കാണിച്ചു വെച്ചിട്ടുണ്ട് അങ്ങേര്. ഞാൻ ഇതിലൊരു ഇമോഷൻ സീന് കണ്ടിട്ട് അദ്ദേഹത്തിൻ്റെ ആ ഒരു എന്താ പറയുക, ഒരു മൊമെൻ്റ് ഉണ്ട്. അദ്ദേഹം അബ്നോർമലായിട്ട്, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് കാര്യങ്ങളൊക്കെ പോകും, അദ്ദേഹത്തിൻ്റെ മൈൻഡ് അദ്ദേഹത്തിൻ്റെ കഴിവിട്ട് പോകുന്ന ഒരു സാഹചര്യം എന്ത് അടിപൊളിയായിട്ടാണ് ചെയ്തു വെച്ചിരിക്കുന്നത് അറിയോ. അദ്ദേഹത്തിൻ്റെ ഫേസിൻ്റെ എക്സ്പ്രഷൻ, ആ ഒരു പെയിൻ, ആ ഒരു വേദന അദ്ദേഹം ശരിക്കും നമ്മളിലേക്ക് എത്തിക്കുന്നുണ്ട്. അത് തന്നെയാണ് ഞാൻ പറഞ്ഞില്ലേ, ടെക്നിക്കൽ സൈഡ് എന്ന് പറയുമ്പോൾ ഇതിലെ ആക്ടിങ് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ചാക്കോച്ചൻ്റെ ആക്ടിങ് ഈ സിനിമയിൽ അത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണ്. കാണുന്ന പ്രേക്ഷകന് ചാക്കോച്ചൻ്റെ ആ ഒരു വേദന മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ ആ സിനിമയിലെ കഥാപാത്രത്തിൻ്റെ വേദന ചാക്കോച്ചൻ മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട് ഏറ്റവും ബെറ്ററായിട്ട്. സിനിമയിൽ കുറച്ച് വയലൻസ് ഒക്കെ ഉണ്ടെങ്കിലും ഫാമിലി ആയിട്ട് പോയി കാണാൻ പറ്റുന്നൊരു സിനിമ തന്നെയാണ് ഓഫീസർ ഓൺ ഡ്യൂട്ടി. ഇതിൽ കേസന്വേഷിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് റോഡിലൂടെ ഒരു ട്രാവലിംഗ് മൊമെൻ്റ് ഒക്കെ ഉണ്ട്. ഈ ട്രാവലിംഗ് മൊമെൻറ്റിൽ ഒരു BGM ഒക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. അതൊരു രക്ഷയില്ലാത്ത പരിപാടിയാണ്. പിന്നെ പബ്ബിലേക്കൊക്കെ പോകുന്ന സമയത്ത്, കുറച്ച് ആളുകളെ അന്വേഷിക്കാനായിട്ട് പബ്ബിലേക്ക് കയറി പോകുന്ന സമയത്ത് ഒരു BGM ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് പിന്നെ ചാക്കോച്ചൻ്റെ ആ ഒരു നടത്തവും ആ ഒരു നോട്ടവും കാര്യങ്ങളൊക്കെ നല്ല അടിപൊളിയായിട്ടുണ്ട്, നല്ല രീതിയിൽ ചെയ്തു വെച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, സൗണ്ടിന് ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ട് ഈ സിനിമയിൽ. അത് നല്ല രീതിയിൽ പ്ലേസ് ചെയ്തിട്ടുണ്ട്. അത് കൃത്യമായിട്ട് നമുക്ക് ചെവിയിലൂടെ ഇങ്ങനെ കയറി ഇറങ്ങി പോകുന്നത് നമുക്ക് ഫീൽ ചെയ്യാനായിട്ട് പറ്റും. നല്ല തിയേറ്ററൊക്കെ ആണെങ്കിൽ, നല്ല എഫക്റ്റൊക്കെ ആണെങ്കിൽ നമുക്കത് ശരിക്കും മനസ്സിലാവും. സോ എനിക്ക് സിനിമ നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ എല്ലാവരും സിനിമ പോയി കാണുക, എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. നിങ്ങൾക്കും എന്തായാലും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടാതിരിക്കാനുള്ള യാതൊരു കാര്യവും ഈ സിനിമയിൽ വരുന്നില്ല. പോസിറ്റീവ് സൈഡ് തന്നെ ഉള്ളൂ. എനിക്ക് നെഗറ്റീവ് എന്ന് പറയാൻ അങ്ങനെ കാര്യമായിട്ടൊന്നും ഇല്ല. എല്ലാവർക്കും ഇഷ്ടപ്പെടും. എന്തായാലും നല്ല പണി അറിയുന്നവർ ചെയ്തു വെച്ചാൽ സിനിമ ഹിറ്റാവും, അത് ഉറപ്പായിട്ടുള്ള കാര്യമാണ്. സോ അതിന് ഒരു ഏറ്റവും വലിയൊരു എക്സാമ്പിളാണ് ഈ സിനിമ. ഇതിലെ എല്ലാ ടെക്നീഷ്യന്മാരും ഹൈലി ക്വാളിഫൈഡ് ആണ്, ടാലൻറ്റഡ് ആണ്. അതുകൊണ്ടാണ് ഈ സിനിമ ഇത്രയും എൻഗേജിങ് ആയി പോകുന്നത്. എനിക്ക് തോന്നുന്നു ഒട്ടുമിക്ക എല്ലാ റിവ്യൂവേഴ്സും പോസിറ്റീവ് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. ഒരാൾ പോലും നെഗറ്റീവ് പറയുന്നതായിട്ട് ഞാനും കണ്ടില്ല. നല്ല സിനിമ, അടിപൊളി സിനിമ.